ഹലോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ ഞായറാഴ്ച എൻ്റെ ഒരു ദിവസം എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ കേട്ടോ ഞാൻ പറയുന്നത്. സാധാരണ ഞായറാഴ്ച ദിവസം ആകുമ്പോൾ താമസിച്ചായിരിക്കും. എന്ന് എഴുന്നേക്കണേക്കാളും കുറച്ചും കൂടെ താമസിച്ചാട്ടോ എഴുന്നേക്കാറുള്ളൂ. കാരണം ഏട്ടന് രാവിലെ കടയിൽ പോകേണ്ട ആവശ്യമില്ല, വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ അത് കാരണം താമസിച്ച് എഴുന്നേക്കണേ. പിന്നെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യം ചെയ്യുന്നൊരു ജോലി എന്ന് പറയുന്നത് നമ്മൾ മുടി ഇങ്ങനെ ഈരി കെട്ടി വയ്ക്കും. നമ്മൾ അടുക്കളയിലൊക്കെ കയറുന്നാലേ അപ്പോൾ നന്നായിട്ട് മുടി കെട്ടി വെക്കണമല്ലോ. അപ്പോൾ അതേ മോന് എഴുന്നേറ്റ് വന്നു കേട്ടോ. മോനും ഏട്ടനോട് എഴുന്നേറ്റ് വന്നു. കുഞ്ഞിന് രാവിലെ അങ്ങനെ വഴക്കൊന്നുമില്ല, എന്നാലും ഏട്ടനുള്ള ദിവസം ഇച്ചിരി കൊഞ്ചൽ കൂടുതലാണ്. അങ്ങനെ അപ്പോൾ ഞാനിങ്ങനെ മുടി ചീവിയിട്ട്, അപ്പോൾ രാത്രിയിൽ ജട അഴിച്ചിട്ട് കിടക്കുന്നത് കൊണ്ട് രാവിലെ ഇരുമ്പോൾ അങ്ങനെ ജടയൊന്നും കാണില്ല. എന്നാലും നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഒരു ചെറിയ കെട്ടുകൂടി ഇതുപോലെയൊക്കെ ചില മുടികളൊക്കെ കാണുമല്ലോ. അപ്പോൾ അതൊന്ന് ഈരിയിട്ട് ഇങ്ങനെയൊന്ന് ഫിക്സ് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ പിന്നെ മുടി അവിടെ ഇരുന്നോളും. അപ്പോൾ രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ അതിനൊക്കെയുള്ള കുഞ്ഞിൻ്റെ അടുത്ത് നടന്നു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ കാപ്പിക്ക് ഇഡ്ഡലി ഉണ്ടാക്കി, അതേപോലെ തന്നെ സാമ്പാറുണ്ടാക്കി. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. ഇഡ്ഡലിയും സാമ്പാറൊക്കെ ഉണ്ടാക്കുന്ന നമ്മൾ സാധാരണ നോർമലായിട്ട് നമ്മുടെ വീട്ടിലെല്ലാവരുടെയും വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ വെറൈറ്റി ആയിട്ടൊന്നും അല്ലല്ലോ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ അപ്പുക്കുട്ടനാണെങ്കിൽ രാവിലെ കാപ്പി ഓൾറെഡി കുടിച്ചു. ഞാൻ ഉണ്ടാക്കി അപ്പം തന്നെ അവന് കാപ്പി ഇരുന്ന് കുടിച്ചു. അവന് രാവിലെ വിശപ്പാട്ടോ. എഴുന്നേൽക്കുമ്പോൾ നന്നായിട്ട് വിശന്നിട്ടൊക്കെ അവൻ എഴുന്നേറ്റ് വരുള്ളൂ. പിന്നെ കുഞ്ഞിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നുള്ളിപ്പെറുക്കിയൊക്കെ കഴിക്കണം, അല്ലാതെ അങ്ങനെ ഇരുന്ന് കഴിക്കുന്ന സ്വഭാവമൊന്നും കുഞ്ഞുവാവയ്ക്കില്ല. ഇപ്പോൾ ഞാനിങ്ങനെ ഇച്ചിരി വെച്ച് നുള്ളിയൊക്കെ വായി വെച്ച് കൊടുക്കുമ്പം അത് കഴിക്കണേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇച്ചിരി നേരം മുറ്റത്തൂടെയൊക്കെ കൊണ്ടുനടന്ന് കഴിക്കുവാണെങ്കിൽ കുറച്ചൊക്കെ കഴിച്ചോളും. ഇപ്പോഴത്തെ ക്യാമറ കണ്ടതുകൊണ്ട് ക്യാമറയിൽ വന്ന് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിലേക്ക് നോക്കി ഇങ്ങനെ ആശാഗോഷ്ഠിയൊക്കെ കാണിക്കുവാണേ. അപ്പോൾ അതിൽ പിടിക്കണമെന്നുണ്ട്. അപ്പോൾ പിടിക്കരുത് എന്നൊക്കെ പറഞ്ഞേക്കുന്നത് കൊണ്ട് ഇങ്ങനെ എന്നാ ചെയ്യണ്ടേന്ന് ഓർത്തുകൊണ്ട് ഇങ്ങനെ എന്താ പറയുക, മിരുമിരുത്തോണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ കാപ്പി ഏട്ടനുള്ള ദിവസം ആയതുകൊണ്ട്, ഇപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ടാട്ടോ ഇങ്ങനെ കാപ്പി കൂടിയൊക്കെ. അല്ലെങ്കിൽ ചേട്ടായി ഇല്ലല്ലോ, ചേട്ടായിക്ക് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു വിടും. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ കൊണ്ട് കൊടുക്കും. ഞങ്ങൾ ചില ദിവസങ്ങളിലൊക്കെ ഞാനും ഏട്ടനും കൂടെ കടയിൽ പോകേണ്ട ആവശ്യം വരും. അപ്പോൾ ഞാൻ കാപ്പി ഉണ്ടാക്കിക്കൊണ്ട് പോവുക ചെയ്യാറ്. എന്നിട്ട് കടയിലിരുന്ന് കഴിക്കുക ചെയ്യുന്നത്. അങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് കൂടുതലും ഞായറാഴ്ച. അപ്പം നേരത്തെയൊക്കെ ഞായറാഴ്ചയും കട തുറക്കുമായിരുന്നു. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ തുടങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെ ഞായറാഴ്ചയൊന്നും കട തുറക്കാതെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഏട്ടന് ഞായറാഴ്ചയും കിട്ടത്തില്ല. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് മാത്രമാണ് കട തുറക്കാതെ ഇരിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കാപ്പി കൂടി ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ എന്താ, ഇനി അടുത്ത കുറേ ജോലികളുണ്ടല്ലോ കാപ്പി പിടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ. ഞായറാഴ്ച ഞാൻ പറഞ്ഞില്ലേ, മടി പിടിച്ചിട്ടായിരിക്കും എല്ലാ സാധനവും ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ ചേട്ടായി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അടുക്കളയിൽ അങ്ങനെ ഉണ്ടാക്കാനൊന്നും അത്രയും ചേട്ടായിക്ക് അറിയത്തില്ല. എന്നാലും പുറത്തുള്ള ജോലികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആടുണ്ട്, അപ്പോൾ ആടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ ആയിട്ടൊക്കെ ഏട്ടൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ കുഞ്ഞിൻ്റെ ആണെങ്കിലും കുറേ കാര്യങ്ങൾ കുഞ്ഞിനെ എടുത്തുകൊണ്ടൊക്കെ നടന്നോളൂമല്ലോ. ഞായറാഴ്ച മാത്രമേ പിള്ളേർ രണ്ടുപേരും ഏട്ടൻ്റെ പുറകെ ഇങ്ങനെ നടന്നോളും. അപ്പോൾ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമുണ്ട് കേട്ടോ. വേറെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാനും ഒക്കെ ആയിട്ട് പെട്ടെന്ന് ചെയ്യാനൊക്കെ. പക്ഷേ ഞായറാഴ്ച എല്ലാ പണിയും സാധാരണ തീരുന്ന ആ ടൈമിൽ സത്യം പറഞ്ഞാൽ ഞായറാഴ്ച പണി തീരില്ല. എന്നാലും ഞാനും ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പെറുക്കിയൊക്കെ നോക്കുമല്ലോ. ഒരു ദിവസം അങ്ങനെയൊക്കെ സ്വാതന്ത്ര്യം കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു കൊതിയല്ലേ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാനും. എന്തൊക്കെ വർത്തമാനം പറഞ്ഞാലൊന്നും അന്നത്തെ ദിവസം തീരത്തില്ലല്ലോ. എന്താ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അന്ന് എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കാപ്പൂടി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ്. ഇനി അടുത്ത് ഉള്ള ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പെരക്കാവ് ഒന്ന് അടിച്ചു വാരി ഇടും കേട്ടോ. അപ്പോൾ പെരക്കാവ് അടിച്ചു വാരി ഇടാന്ന് പറഞ്ഞാൽ മൊത്തം അങ്ങനെ അടിച്ചു വാരിയൊന്നും ഇടുന്നില്ല. ജസ്റ്റ് ഒന്ന് ആ ഫ്രണ്ട് മാത്രം. ഇപ്പോൾ കാപ്പൂടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൽ നിരന്ന് കിടക്കുന്നതൊക്കെ ഒന്ന് അടിച്ചു വാരി ഇടുക എന്നേ ഉള്ളൂ. എന്നുവെച്ചാൽ
കുഞ്ഞുങ്ങളുള്ള വീടല്ലേ, അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ പരിക്കാവൊക്കെ ചീത്തയായിട്ടേ കിടക്കുകയുള്ളൂ. നമ്മളൊരു സൈഡ് അടുക്കി പെറുക്കി കൊണ്ട് വരുമ്പോഴത്തേക്കും അപ്പുറത്തെ സൈഡ് അവർ നിരത്തിയിട്ടേക്കും. അപ്പോൾ നമ്മളതുകൊണ്ട് അങ്ങനെയുള്ള ജോലികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യണം. പിന്നെ നന്നായിട്ട് അടിച്ചു വരുന്ന കുഞ്ഞുവാവ് ഉറങ്ങിക്കഴിഞ്ഞിട്ട് അരികും മൂലയൊക്കെ ചേർത്തിട്ട് പെരക്കാവൊക്കെ അടിച്ചു വാരി പിന്നെ 2 ദിവസം കൂടുമ്പോഴാട്ടോ തറ തുടയ്ക്കുകയൊക്കെ ചെയ്യുള്ളൂ. എല്ലാ ദിവസവും തറ തുടയ്ക്കൽ അങ്ങനത്തെ ജോലിയൊന്നും എല്ലാ ദിവസവും ചെയ്യില്ല. പിന്നെ പാത്രം കഴുകാനൊക്കെ ആണെങ്കിലും ഈ പിള്ളേരുള്ളത് കൊണ്ട് എപ്പോഴും ഈ വെള്ളം കുടിക്കുന്നതും അതേപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സാധനങ്ങൾ കഴിക്കുന്നതും ഒക്കെ ഈ മിച്ചറൊക്കെ ഇട്ട് കൊടുക്കുകയൊക്കെ ആണെങ്കിൽ പാത്രത്തിട്ട് അത് മൊത്തം ഇങ്ങനെ തുളിച്ച് പെറുക്കി അവൻ അതിലേ കൊണ്ടു നടക്കും കുഞ്ഞുവാവ. അപ്പോൾ പിന്നെ നമുക്കിങ്ങനെ എപ്പോഴും ജോലിയാണ്. നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിച്ചു വാരാനൊക്കെ സമയം കാണുള്ളൂ. അപ്പോൾ അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരുടെയും വീടുകളിൽ അങ്ങനെയല്ലേ, പിള്ളേരുള്ള വീടുകളിലൊക്കെ അങ്ങനെ ആയിരിക്കുമല്ലോ. ഞാൻ കുടിക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ തിളപ്പിച്ചാറിയ വെള്ളമാണ് കുടിക്കുന്നത്. കുഞ്ഞുവാവയ്ക്കൊക്കെ കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ വെള്ളം തിളപ്പിച്ചിട്ട് അത് ആറി കഴിയുമ്പോൾ അങ്ങനെ ഇട്ടേക്കാം. അപ്പോൾ പിള്ളേർ വന്ന് എടുത്താണേലൊക്കെ കുടിച്ചോളൂല്ലോ, അപ്പുകുട്ടനൊക്കെ ആണെങ്കിലും എടുത്ത് കുടിച്ചോളും. അപ്പോൾ തിളപ്പിച്ച വെള്ളം മാത്രമാണ് വീട്ടിൽ ഉപയോഗിക്കുന്നത് കേട്ടോ. ഓലിയിൽ നിന്ന് വരുന്ന വെള്ളമാണ്, എന്നാൽ തിളപ്പിച്ചിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ ഇന്നലെ ഞങ്ങൾ തൊടുപുഴയ്ക്കൊക്കെ പോയിട്ട് തുണി അലക്കാൻ പറ്റില്ല. അപ്പോൾ കുറേ തുണി അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തുണി മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ രാവിലെ തന്നെ തുണി എടുത്ത് മുക്കി വെച്ചായിരുന്നു സോപ്പ് പൊടിക്കകത്ത്. അപ്പം അതെല്ലാം കഴുകിയിടുകയാണ്. തുണി കൂടി കിടന്നിട്ട് അന്നന്ന് തുണി അലക്കുന്ന ഒരു സ്വഭാവമാട്ടോ എൻ്റേത്. അപ്പോൾ തുണി കൂടി കിടന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടല്ലേ. അപ്പോൾ അത് കാരണം രാവിലെ തന്നെ തുണി കഴുകിയിട്ടേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വലിയൊരു പണി തീർന്നേക്കും കേട്ടോ. ഏറ്റവും വലിയൊരു പണി എന്നാന്ന് വെച്ചാൽ തുണി അലക്കാൻ കിടക്കുന്നത്. ഇന്നലെ ഞങ്ങൾ തൊടുപുഴയ്ക്കൊക്കെ പോയി കുറച്ച് നൈറ്റിയൊക്കെ വാങ്ങിക്കണമായിരുന്നു. പിന്നെ പിള്ളേർക്ക് നൈറ്റിക്ക് ഇടാൻ വേണ്ടിയിട്ട് വീട്ടിലിടാൻ വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തുണി അലക്കാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇന്ന് ഇത്രയും തുണി വന്ന് അലക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞങ്ങൾക്ക് തുണി അലക്കിയിട്ടുണ്ടെങ്കിൽ വിരിക്കാൻ നല്ല സൗകര്യം കേട്ടോ. എന്താ ഞാൻ കാണിച്ചു തരാം. കേട്ടോ, പാറയിൽ നിറച്ച് തുണി വിരിച്ചിടാൻ പറ്റും. അതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. പക്ഷേ പാറ വിരിച്ചിട്ടുണ്ട് വെയിൽ വെളിവാണെങ്കിൽ പെട്ടെന്ന് തുണി ഉണങ്ങി കിട്ടും. പാറ വിരിച്ചാലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മഴയെങ്ങാനും തൂളിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ നോക്കി നിന്ന് തുണി എടുത്തോണം, അല്ലെങ്കിൽ പെട്ടെന്ന് നനഞ്ഞു പോകും. അപ്പോൾ അതാ ഒരു പ്രശ്നം. പിന്നെ കുറച്ച് ഏട്ടൻ്റെ ഷർട്ടൊക്കെ അങ്ങനെ പാറയിൽ വിരിക്കാൻ പറ്റത്തില്ല. അതൊക്കെ നമ്മളിങ്ങനെ വേണ്ട അടിയിൽ വിരിച്ചു. അപ്പോൾ ഇനി കുഞ്ഞുമാവേനെ കുളിപ്പിക്കണം, കുഞ്ഞിനെ ഉറക്കണം, അങ്ങനത്തെ പണിയൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഇന്നലെ നമ്മുടെ തൊടുപുഴയിൽ 2020 ബസാർ എന്ന് പറഞ്ഞൊരു കടയിൽ ഡിസ്കൗണ്ട് ഉണ്ട് നൈറ്റിക്കൊക്കെ എന്ന് പറഞ്ഞിട്ട് 165 രൂപയ്ക്ക് നല്ല നൈറ്റി കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 5-6 നൈറ്റി വാങ്ങിച്ചിട്ടുണ്ട്, അതൊക്കെ കാണിച്ചു തരാവേ. പിന്നെ ഞായറാഴ്ച ദിവസം ഇപ്പോൾ ഏട്ടൻ്റെ ഒരു ജോലിയാണ് ആടിനെ കുളിപ്പിക്കുക എന്നുള്ളത് കേട്ടോ. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ആടിനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് നല്ല കേട്ടോ. അവരുടെ ദേഹത്ത് അപ്പടി ചെളിയും. പിന്നെ ഇവർക്ക് 2 കുഞ്ഞ് ആടുകളുണ്ട്, പാൽ കുടിക്കുന്ന ചെറിയ ആടുകൾ. അപ്പോൾ അവരുടെ കുഞ്ഞുങ്ങളെ അപ്പോൾ അതിന് പാലൊക്കെ കൊടുക്കുന്നത് കൊണ്ടും ഒക്കെ അത് വൃത്തിയായിട്ടിരിക്കണമല്ലോ. അത് കാരണം ഞായറാഴ്ച മഴയൊക്കെ ഉള്ളപ്പം അങ്ങനെ ആടിനെ കുളിപ്പിക്കരുത് കേട്ടോ. മഴയൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ ഏട്ടൻ നന്നായിട്ട് സോപ്പൊക്കെ തേച്ചിട്ട് അവളെ നന്നായിട്ട് കുളിപ്പിക്കും. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കുളിക്കാനൊക്കെ ആണെങ്കിൽ നല്ല ഇഷ്ടമാണ്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോഴൊക്കെ ആണെങ്കിലും അനങ്ങാതെ നിന്നോളും. മേല് തേക്കുമ്പോഴൊക്കെ അവൾക്ക് നല്ല സുഖമായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ സോപ്പൊക്കെ ഇട്ട് തന്നെ നമ്മൾ കുളിക്കുന്ന സോപ്പില്ലേ, അപ്പോൾ അതിൽ തീരാറായ സോപ്പ് ഇട്ടിട്ട് അവരുടെ മേലിങ്ങനെ നന്നായിട്ട് ഏട്ടൻ തേച്ച് കഴുകും. അതുപോലെ കുഞ്ഞുങ്ങളെ ആണെങ്കിലും ഏട്ടൻ കുളിപ്പിക്കും. പിന്നെ വേറൊരാട് കൂടെ ഉണ്ട്, ഒരു മുട്ടനാട് കൂടെ ഉണ്ട്, അവനെയും കുളിപ്പിക്കും. ഇവിടെ പ്രത്യേകം കുളിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കും കേട്ടോ. എന്ന് വെച്ചാൽ ഇവള് കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് തന്നെ വൃത്തിയായിട്ടിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാ ഞായറാഴ്ചയും തന്നെ മിക്കവാറും അവളെ നന്നായിട്ട് കുളിപ്പിച്ചെടുക്കും. ഇത് കണ്ട ഇങ്ങനെ തലയിൽ വെള്ളമൊക്കെ ഒഴിക്കുമ്പോഴത്തേക്ക് അവളിങ്ങനെ എന്താ പറയുക, അവർ കുടഞ്ഞു തന്നെ കളഞ്ഞോളൂ കേട്ടോ വെള്ളമൊക്കെ. എന്നുവെച്ചാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വെള്ളം വീഴുന്നതും അങ്ങനെ കുളിപ്പിക്കണതും ഒക്കെ. എന്നിട്ട് അത് നന്നായിട്ട് അവർ കുടഞ്ഞ് അവരുടെ ദേഹം അവർ തന്നെ ഉണക്കിക്കോളും. പിന്നെ നമ്മളിങ്ങനെ ഒത്തിരി വെള്ളം ഉള്ളതില്ലേ, അത് ജസ്റ്റ് ഒന്ന് ഒരു തുണിയോ എന്തെങ്കിലും എടുത്തിട്ടൊന്ന് തുടച്ചു കൊടുത്താൽ മതിയാവും. അല്ലെങ്കിൽ തല കഴുകുമ്പോൾ തലയിൽ ചിലപ്പോൾ അവർക്ക് പനിയൊക്കെ പിടിക്കും വെള്ളം താണിട്ട്. അപ്പോൾ നമ്മൾ തലയുടെ അവിടെ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുവാണെങ്കിൽ കുഴപ്പമില്ല. ബാക്കി അവരുടെ ശരീരത്തിൽ അവർ തന്നെ ഉണക്കിക്കോളൂ കേട്ടോ. നല്ല വെയിലത്ത് കൊണ്ടുപോയി നിർത്തരുത് ഇവർ ഉണങ്ങാൻ വേണ്ടിയിട്ട്.
വെയിലില്ലാത്ത സ്ഥലമുണ്ടല്ലോ, പക്ഷേ മഴയില്ലാത്തപ്പോഴേ കുളിപ്പിക്കാൻ പാടുള്ളൂ. വെയിലില്ലാത്ത സ്ഥലത്ത് നിർത്തി അങ്ങ് ഉണക്കിയാൽ മതി. അപ്പോൾ അത് പെട്ടെന്ന് അങ്ങോട്ട് അവരുടെ ശരീരം ഉണങ്ങിക്കോളൂ കേട്ടോ. പിന്നെ ഇത് നമ്മുടെ പള്ളിയാണ്, ഞങ്ങളുടെ വീടിനടുത്തിട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു അര കിലോമീറ്റർ പോയാൽ മതിയാകും ഈ പള്ളിയിലേക്ക് കേട്ടോ. ഇത് 10-ാം പീസ് ഉണ്ണിയാളൻ്റെ പള്ളിയാണ്. ഇവിടെ നമ്മൾ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. തിരികെത്തിക്കുകയും അതുപോലെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. നമുക്ക് ഭയങ്കര വിശ്വാസമുള്ള ഒരു പള്ളി കേട്ടോ. പിന്നെ ഇപ്പോൾ പള്ളിയിലും അമ്പലത്തിലൊന്നും ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ കാരണം പോകാനൊന്നും പറ്റത്തില്ലല്ലോ. ഇത് പിന്നെ നമ്മുടെ വീടിനടുത്താണ്, നടന്നു പോകുന്ന ഒരു ദൂരമേ ഉള്ളൂ. പിന്നെ ഇവിടെ വേറെ ആളുകളൊന്നും ഇല്ലല്ലോ. അങ്ങനെ ആരെങ്കിലുമൊക്കെ വന്ന് തിരികെത്തിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് പോവുക, അല്ലാതെ ഈ പള്ളിക്ക് അകത്തൊന്നും കയറാൻ പറ്റില്ലല്ലോ, ചെറിയ കുരിശുപള്ളിയായത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞായറാഴ്ചയൊക്കെ എല്ലാവരും കൂടെ വന്ന് ഒരുമിച്ച് തിരിയൊക്കെ കത്തിക്കും. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോകുമോ അല്ലെങ്കിൽ യാത്രയൊക്കെ പോകുന്ന അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ദൂരയാത്രയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ പുണ്യാളുടെ അടുത്ത് വന്ന് തിരിയൊക്കെ കത്തിച്ചിട്ടാട്ടോ ഞങ്ങൾ പോകത്തുള്ളൂ. ഇങ്ങനെ ഇതൊരു വിശ്വാസമാണ്. നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്കൊക്കെയുള്ള എന്നാ ഉണ്ടെങ്കിലും പ്രാർത്ഥിച്ചാൽ നടത്തി തരുന്ന അങ്ങനെ ഒരു വിശ്വാസമൊക്കെ ഞങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും വെറുക്കുകയൊക്കെ ചെയ്യും. പിള്ളേരാണെങ്കിലും കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. കുഞ്ഞുവാവയാണേലും ഇതിലേക്ക് നടപ്പുണ്ട്. അവന് ഭയങ്കര ഇഷ്ടമാട്ടോ ഇവിടെയൊക്കെ വരുന്നത്. ഇപ്പോൾ പുറത്തൊന്നും കുഞ്ഞിനെ ഒന്നും കൊണ്ടുപോകാൻ പറ്റുന്നില്ലല്ലോ, അതുകൊണ്ട്. പിന്നെ ഇത് നമ്മുടെ മെയിൻ റോഡാണ്. ഈ മെയിൻ റോഡിനോട് ചേർന്നിട്ടാട്ടോ പള്ളി. അപ്പം ഈ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മുടെ വീട്. ഈ മെയിൻ റോഡിൽ കൂടെ തന്നെ താഴെ കൂടി ഇത്തിരി കുറച്ചങ്ങ് നടന്നു പോയാൽ മതി. ശരിക്കും പറയുകയാണെങ്കിൽ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇന്നിപ്പോൾ നന്നായിട്ട് മഴക്കാർ കയറുന്നുണ്ട്, കണ്ടില്ല, നല്ല മഴക്കാറുണ്ട്. അപ്പോൾ മഴ പെയ്തെങ്കിലോ പിള്ളേരെയും കൊണ്ട് പോകുന്നതല്ലേ, അതുകൊണ്ട് മാത്രം ഇങ്ങനെ വണ്ടിയിൽ അങ്ങ് പോകുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ സാധാരണ ഞങ്ങൾ നടന്നു വന്നിട്ടാണ് തിരികെത്തിച്ചിട്ട് പോവാറുള്ളത്. അപ്പോൾ വൈകുന്നേരം ചുമ്മാ എല്ലാവർക്കും കൂടെ നടക്കുകയും ചെയ്യാം, അതേപോലെ തന്നെ പുണ്യാളൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ ഈ വീടും അതേപോലെ ഞങ്ങളുടെ ഈ പരിസരമൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, അതേപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ടാറ്റാ.